10-11 മണിയായി കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ അമ്മാമ്മയാണ് കയറി വന്നത്. സർപ്രൈസ് ആയിട്ട് വന്നിട്ട് സാരി കാണിച്ചു തന്നെ കേട്ടോ, 2 ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരെ ഫുഡ് എന്താന്ന് കൊണ്ടുവരുന്നതൊക്കെ എന്താന്നൊക്കെ നോക്കാൻ നിന്നു. അതൊക്കെ നിന്ന് പറക്കിയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ഞാൻ ആകെ ആണെങ്കിൽ പയറുമെഴുക്കുവരട്ടി മാത്രമേ ഉണ്ടാക്കാനായിരുന്നുള്ളൂ. പിന്നെ മോരോടിയും കാച്ചിയുണ്ടായിരുന്നു. മോര് നമ്മൾ സാധാ കാച്ചണ പോലെ കാച്ചിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയോടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി ഒലത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കറി. നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയില്ല, ചിക്കൻ എന്തോ തിന്ന് മടുത്തിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടി നമ്മൾ ആശ്വസിച്ച് ചോറുണ്ട്. ത്രിലോകിനാണെങ്കിൽ കാർട്ടും വച്ചുകൊടുത്തേക്ക, വേറെ ഒന്നിനും വേണ്ടിയില്ല കേട്ടോ. അമ്മയും ഞാനും വർത്താനം പറയാൻ പാടില്ല ത്രിലോകിന്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ ഇത് വൈകുന്നേരത്തെ കേട്ടോ. അമ്മ പോവാൻ നേരത്ത് നിന്റെ ആ മുടി നീട്ടണ സാധനം കൊണ്ട് എൻ്റെ മുടി ഒന്ന് നീട്ടി തന്നേടി എന്നൊക്കെ. പിന്നെ ഉണങ്ങി കിടക്കണ മുടിയിൽ ഇത്രയൊക്കെ കേട്ടോ നീട്ടാൻ പറ്റുള്ളൂ. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ മുടി നനഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് നീട്ടാൻ പറ്റും. പക്ഷെ എൻ്റെ ഞാൻ നനഞ്ഞിരുന്നപ്പോൾ നീട്ടിയതായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. ബ്ലോ ഡ്രൈ ചെയ്ത പോലെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങളോട് റെഡി ആയിക്കണത് വേറെ എങ്ങോട്ടും പോകാനില്ല. ത്രിലോകൻ്റെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോയതാട്ടോ. ഫ്രണ്ട് പക്ഷെ അനക്കാതെ ബാക്കിയെല്ലാ വശം ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ത്രിലോകേസെ ബൈ.